ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂരാണ്. ഇന്ത്യയുടെ നിങ്ങൾ LD പഠിക്കുന്നുണ്ടല്ലോ, LD LGS എന്നൊക്കെ വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണ മനുഷ്യ ശരീരത്തിലെ കാവലാളന്മാർ, പ്രതിരോധ ഭടന്മാർ എന്നൊക്കെ വിളിക്കുന്നത് ഏതിനെയാണ്? ഉരുക്ക് വ്യവസായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല തമിഴ്നാട്ടിലെ പോർട്ടനോവയാണ്. തമിഴ്നാട്ടിലെ പോർട്ടനോവയാണ് ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല എന്ന് വിളിക്കുന്നത്. ആദ്യ ഇരുമ്പ് 1830 ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല വരുന്നത്. 1830. ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ ജംഷഡ്പൂരിലാണ്. വൻകിട ഇരുമ്പുരുക്ക് നിർമ്മാണശാല എന്ന് പറയുന്നത് ജംഷഡ്പൂർ. ജംഷഡ്പൂരിനെ നമുക്ക് എന്തൊക്കെ പറയാതെ? ജംഷഡ്പൂർ ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂരാണ്. ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി അഥവാ ഉരുക്ക് നഗരം എന്നും ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ്, മറന്നുപോലെ, ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂരാണ് കേട്ടോ. ജംഷഡ്പൂരിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ചോദിക്കും. ഏതാണെന്നറിയാമോ? സുവർണരേഖ. ജംഷഡ്പൂരിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാണ്? രേഖയാണ്. അപ്പൊ ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി, ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് എവിടെയാണ്? ജംഷഡ്പൂരാണ്. ജംഷഡ്പൂരിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാണ്? സുവർണരേഖയാണ്. റാഞ്ചിയുടെ തീരത്തൂടി ഒഴുകുന്ന നദിയും സുവർണരേഖയാണ് കേട്ടോ. ജംഷഡ്പൂർ, റാഞ്ചി എന്നിവയുടെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാണ്? സുവർണരേഖ. ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോയാണ്. ജാർഖണ്ഡിലെ ബൊക്കാറോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെച്ചിരിക്കുക. ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഇന്ത്യയിലെ ഏതാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വരുന്നത്. ഇത് ഏതാണ്? മൂന്നാം പഞ്ചവത്സര. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് പ്രധാന ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെല്ലാം വരുന്നത്. പക്ഷെ ഏറ്റവും വലുത് 1964 മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് എന്ത് വരുന്നത്? ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയായ ബൊക്കാറോ വരുന്നത്. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഫിലായി ആണ് കേട്ടോ. ഫിലായി 1959 വരുന്നത്. 1959 വന്ന ഫിലായി ഛത്തീസ്ഗഡിലാണ്, റഷ്യയുടെ സഹായത്തോടെ. അത് അപ്പുറത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ. അപ്പൊ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ, ജാർഖണ്ഡ്. ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ഫിലായി, ഛത്തീസ്ഗഡ്. ബൊക്കാറോ ഏത് വർഷമാ? ബൊക്കാറോ വന്നത് 64 ഫിലായി വന്നത് 59 സ്റ്റേറ്റുകൾ തെറ്റിപ്പോരുത്. ഏത്? വൻകിട ഇന്ത്യയുടെ ഉരുക്ക് നഗരം ഏതാ? ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി, ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് ഒക്കെ അറിയപ്പെടുന്നത് ജംഷഡ്പൂരിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. ഇന്ത്യയിലെ പൊതുമേഖലയിൽ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സെയിൽ എന്നാണ് പറയുന്നത്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. 54 ഇത് വരികയും പിന്നീട് ഇത് 73 കാലഘട്ടത്തിൽ ഇത് പുനരുദ്ധീകരിച്ച് വലിയൊരു സ്ഥാപനമാക്കി മാറ്റുകയും ചെയ്തു. എന്നാലും ഇത് വന്നത് എന്ന് ചോദിച്ചാൽ 54 സെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ചൈന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ടിസ്കോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല സുവർണരേഖ നദിയുടെ തീരത്ത്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ? ജംഷഡ്പൂർ. ടിസ്കോ എന്ന് പറയുന്നത് ജംഷഡ്പൂരാണല്ലോ. ജംഷഡ്പൂർ ഏത് നദിയുടെ തീരത്തടെ? ഇരുമ്പുരുക്ക് നിർമ്മാണശാല സുവർണരേഖ നദിയുടെ തീരത്താണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ഏത് നദിയുടെ തീരത്താ? ഭദ്രാവതി നദിയുടെ തീരത്ത്. ഫിലായി സ്റ്റീൽ പ്ലാന്റ്, ഫിലായി ഭദ്രാവതി നദിയുടെ തീരത്ത് കേട്ടോ. ഇങ്ങനെ എഴുതിയാൽ മതി. അടുത്ത ഫിലായി സ്റ്റീൽ പ്ലാന്റ് തണ്ടുല നദിയുടെ തീരത്താണെന്ന് പറയാറുണ്ട്. തണ്ടുല, മറന്നുപോകരുത്. അപ്പം ഈ വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഭദ്രാവതി നദിയുടെ തീരത്ത്, ഫിലായി സ്റ്റീൽ പ്ലാന്റ് തണ്ടുല നദിയുടെ തീരത്ത്. കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റീൽ പ്ലാന്റ് ഉണ്ട് നമുക്ക്, വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആണ്. അതൊന്ന് ഓർത്ത് വെക്കണേ. അപ്പൊ വിശ്വേശ്വരയ്യാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. വിശ്വേശ്വരയ്യ ആരാണ്? നമ്മളെ വിശ്വേശ്വരയ്യ നിങ്ങൾ LD പഠിക്കുന്നുണ്ടല്ലോ, LD LGS എന്നൊക്കെ. വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ വിശ്വേശ്വരയ്യാണ് കേട്ടോ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരായിരുന്നത്? വിശ്വേശ്വരയ്യയാണ് നമ്മൾ പറയേണ്ടത്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവും വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവും ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവും വിശ്വേശ്വരയ്യ. അതുകൊണ്ട് സെപ്റ്റംബർ 15 ഇദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആരുടെ ജന്മദിനം? വിശ്വേശ്വരയ്യയുടെ ജന്മദിനം. അപ്പൊ വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് നമ്മൾ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് പറയുന്നത്. എന്നാണ്? സെപ്റ്റംബർ 15. മറന്നുപോരുത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. സെപ്റ്റംബർ 15 എന്ത് പറയുന്നത്? സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് പറയുന്നത് വിശ്വേശ്വരയ്യയുടെ പ്രധാന കൃതിയാണ് പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ. ആരുടെ കൃതി എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്ലാന്റ് ഇക്കോണമി ഫോർ
ഇന്ത്യ, പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ ആരുടെ കൃതിയാണ്? വിശ്വേശ്വരയ്യയാണ്. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ ആരുടെ കൃതിയാണ്? വിശ്വേശ്വരയ്യയുടെ കൃതിയാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. എവിടെയാണ് വിശ്വേശ്വരയ്യ? കർണാടകയിലാണ്. മറന്നുമില്ല, ദക്ഷിണേന്ത്യ അത് എഴുതിയില്ല, കർണാടകയിലാണ്. വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ്? കർണാടകയിലാണ്, ഭദ്രാവതി നദിയുടെ തീരത്ത്. അടുത്ത നല്ലൊരു ചോദ്യത്തിലേക്ക് വരാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റീൽ പ്ലാന്റ്, സംസ്ഥാനം, സഹായം, ഏത് പഞ്ചവത്സര പദ്ധതി? ഫിലായി, ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായത്തോടെ 1950 രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ വന്നു. അപ്പോൾ ഫിലായി ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഛത്തീസ്ഗഡിലാണ്, റഷ്യയുടെ സഹായത്തോടെ 1959 രണ്ടാം പഞ്ചവത്സര പദ്ധതി. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്, ബ്രിട്ടന്റെ സഹായത്തോടെ 1959 രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ വന്നു. റൂർക്കേല ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ്. റൂർക്കേല ഒഡീഷ ജർമ്മനിയുടെ സഹായത്തോടെ 1959 രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ കന്നു. ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യയുടെ സഹായത്തോടെ 1964 മൂന്നാം പഞ്ചവത്സര പദ്ധതിയില്. ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ബൊക്കാറോയാണ്. റൂർക്കേല മറന്നുപോരുത്, റൂർക്കേല ഒഡീഷയുടെ തീരത്താണ്. ബ്രാഹ്മിണി നദി റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് നദിയുടെ തീരത്ത് എന്നൊക്കെ ചോദിച്ചാൽ ബ്രാഹ്മിണി നദി. ജോഗ്രഫി സാറൊക്കെ നല്ലോണം പഠിപ്പിച്ചോളും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളതൊന്നും ഇത് എഴുതാൻ മറന്നു പോകണ്ട. അപ്പൊ ഫിലായി ഛത്തീസ്ഗഡ് റഷ്യ, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടൻ, റൂർക്കേല ഒഡീഷ ജർമ്മനി, ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. മറന്നുപോരുത്, രണ്ടെണ്ണം റഷ്യയുടെ സഹായത്തോടെ. ഏറ്റവും വലുത് ബൊക്കാറോയാണ്, 64 മൂന്നാം പഞ്ചവത്സര പദ്ധതി. പക്ഷേ നിങ്ങളോട് ചോദിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളൊക്കെ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു. ഓർത്തു വെച്ചിരിക്കണേ അത്. അപ്പം റൂർക്കേല ബ്രാഹ്മിണി നദിയുടെ തീരത്തായിരുന്നേ. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് കമ്പനി കുൾട്ടിയാണ്. കുൾട്ടി 1870 വരുന്ന കുൾട്ടി. പാരദീപില് പോസ്കോ സ്റ്റീൽ പ്ലാന്റ് വരുന്നുണ്ട്. പാരദീപില് പോസ്കോ എന്ന് പറയുന്ന ഒരു സ്റ്റീൽ പ്ലാന്റ് വരുന്നുണ്ട്. അത് ദക്ഷിണ കൊറിയയുടെ സഹായത്തോടാണ്. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, കടൽ തീരത്തുള്ള ഒരു സ്റ്റീൽ പ്ലാന്റ്, അത് നമ്മുടെ റഷ്യയുടെ സഹായത്തോടെയാണ് കേട്ടോ. അപ്പൊ പാരദീപിൽ വരുന്ന പോസ്കോ സ്റ്റീൽ പ്ലാന്റ് ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെയും വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സഹായത്തോടെയും. ഇത്രയേ ഉള്ളൂ. ആ ഇരുമ്പുരുക്ക് നിർമ്മാണശാല നോട്ടിച്ച് പഠിച്ചിട്ട് പോകാം. അടുത്ത രണ്ടാമത്തെ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കോൺവെക്സ് ലെൻസ് എന്നൊക്കെ ഉത്തല ലെൻസ് എന്നും സംരചന ലെൻസ് എന്നും മാഗ്നിഫയിങ് ലെൻസ് എന്നും മറ്റു പേരുകളുണ്ട്. കോൺവെക്സ് ലെൻസിന്റെ പേരുകൾ എന്തൊക്കെയാണ്? ഉത്തല ലെൻസ്, സംരചന ലെൻസ്, മാഗ്നിഫയിങ് ലെൻസ്. അവതല ലെൻസിന് കോൺകേവ് ലെൻസിന് എന്തൊക്കെയാ പേര്? അവതല ലെൻസ്, വിവ്രജന ലെൻസ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഉത്തല ലെൻസ് കോൺവെക്സ് ആണെങ്കിൽ അവതല ലെൻസ് ഏതാണ്? കോൺകേവ്. സംരചന ലെൻസ് കോൺവെക്സ് ആണെങ്കിൽ വിവ്രജന ലെൻസ് ഏതാണ്? കോൺകേവ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? കോൺവെക്സ്. ഹൈപ്പർമെട്രോപ്പിയ എന്നാണ് പറയുന്നത്. തെറ്റിപ്പോരുത്. ഏത്? ദീർഘദൃഷ്ടി കോൺവെക്സ് ആണെങ്കിൽ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. മയോപ്പിയ കേട്ടോ. അപ്പൊ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത് കോൺവെക്സും മയോപ്പിയ എന്ന് പറയുന്നത് കോൺകേവും ആണ്. അപ്പം ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ്, ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് മയോപ്പിയാണ്. അത് നല്ലൊരു മയോപ്പിയ കോൺകേവ് ലെൻസ് ആണ്. അടുത്ത മധ്യഭാഗത്ത് കട്ടി കൂടിയതും വശങ്ങൾ ഇടുങ്ങിയതും. ഈ പോയിന്റ് ഒക്കെ സ്റ്റേറ്റ്മെന്റിൽ വരുവേ. കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താണ്? മധ്യഭാഗത്ത് കട്ടി കൂടിയതും വശങ്ങൾ ഇടുങ്ങിയതുമാണ്. മറ്റേതോ മധ്യഭാഗം ഇടുങ്ങിയതും. കോൺകേവിന് മധ്യഭാഗം ഇടുങ്ങിയതും വശങ്ങൾ കട്ടി കൂടിയതും. അപ്പൊ മധ്യഭാഗം കട്ടി കൂടിയത്, വശങ്ങൾ ഇടുങ്ങിയത് ഒരെണ്ണം പഠിച്ചു വെച്ചിരുന്നാലും മതി. വശങ്ങൾ കോൺവെക്സ് ആണ്. കോൺവെക്സിന്റെ പവർ പോസിറ്റീവ് ആണ്, മറ്റേ കോൺകേവിന്റെ പവർ നെഗറ്റീവ് ആണ്. കോൺവെക്സിന്റെ പവർ പോസിറ്റീവ്, കോൺകേവിന്റെ പവർ ഏതാണ്? നെഗറ്റീവ്. പ്രതിബിംബം യഥാർത്ഥതും തലകീഴായതുമാണ്. ഇതൊക്കെ നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കോൺവെക്സിന്റെ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമാണ്. എന്നാൽ വസ്തുവിനേക്കാൾ ചെറുതും സാങ്കല്പികവും നിവർന്നതും വരുന്നത് കോൺകേവ് ആണ്. അപ്പം കോൺകേവിലെ പ്രതിബിംബം എങ്ങനെയാണ് കാണിക്കുന്നത്? വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും, സാങ്കല്പികമായിരിക്കും, നിവർന്നതായിരിക്കും. കിട്ടുമല്ലോ. അത് നല്ലൊരു ചോദ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ ഉപയോഗിക്കുന്നു. ടെലിവിഷൻ, ക്യാമറ, പ്രൊജക്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. അപ്പൊ കോൺവെക്സ് വസ്തുക്കളെ വലുതായി കാണിക്കാൻ ഉപയോഗിക്കുന്നു. ടെലിവിഷൻ, ക്യാമറ, പ്രൊജക്ടറിൽ എന്നിവയിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്നതും കോൺവെക്സ് ആണ്. വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നത്
ഏതാണ്? കോൺകേവ്. വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ്. ഗലീലിയൻ ടെലസ്കോപ്പിൽ ഐ ലെൻസായി ഉപയോഗിക്കുന്നതും ഏതാണ്? കോൺകേവ് ആണ്. അതൊന്ന് പഠിച്ചു നോക്കണം. ഇനി കോൺവെക്സിന് ബേണിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നു, വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു, വാച്ച് നന്നാക്കുന്ന ലെൻസായി ഉപയോഗിക്കുന്നതും കോൺവെക്സ് ആണ്. ഏതാണ്? കോൺവെക്സ്. അങ്ങനെ കോൺവെക്സിന് ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഏതൊക്കെയാണ് കോൺവെക്സിന്റെ പ്രയോജനങ്ങൾ? വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നു, ടെലിവിഷൻ, ക്യാമറ, പ്രൊജക്ടറുകളിൽ ഉപയോഗിക്കുന്നു, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്നു, ബേണിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നു, വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു, വാച്ച് നന്നാക്കുന്ന ലെൻസായിട്ടും ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. കോൺകേവ് ലെൻസിന് എന്തൊക്കെയാണ്? വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിലും ഗലീലിയൻ ടെലസ്കോപ്പിൽ ഐ ലെൻസ് ആയിട്ടും കോൺകേവ് ഉപയോഗിക്കുന്നു. അടുത്ത നല്ലൊരു പോയിന്റ് ആണ് അരുണരക്താണുക്കളും ശ്വേതരക്താണുക്കളും. വലിയ പോയിന്റുകളൊന്നുമില്ല, കൊച്ചു കാര്യങ്ങൾ. പക്ഷെ അതിൽ നിന്ന് സയൻസിൽ ചോദിക്കുന്നത് കൊണ്ട് അതൊരു ചെറിയ അധ്യായമായിട്ട് ഞാൻ അങ്ങ് കൂട്ടി വെച്ചിരിക്കുന്നത്. അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കളൊക്കെ. അരുണരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റ്, ശ്വേതരക്താണുക്കളുടേത് ലൂക്കോസൈറ്റ്. അരുണരക്താണുക്കളുടേത് എറിത്രോസൈറ്റ് ആണെങ്കിൽ ശ്വേതരക്താണുക്കളുടെ ഏതാണ്? ലൂക്കോസൈറ്റ് ആണ്. അരുണരക്താണുക്കളുടെ ആയുസ് 120 ദിവസമാണ്. ശ്വേതരക്താണുക്കൾക്ക് 10 മുതൽ 15 ദിവസം വരെ ഉള്ളൂ. അപ്പം അരുണരക്താണുക്കൾ എറിത്രോസൈറ്റ് എന്നറിയപ്പെടുന്നു, ശ്വേതരക്താണുക്കൾ ലൂക്കോസൈറ്റ് എന്നറിയപ്പെടുന്നു. അരുണരക്താണുക്കളുടെ ആയുസ് 120 ദിവസമാണ്, ശ്വേതരക്താണുക്കളുടെ ആയുസ് 10 മുതൽ 15 ദിവസമാണ്. അരുണരക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ. പോളിസൈത്തീമിയ. അരുണരക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പോളിസൈത്തീമിയ. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുമ്പോഴാണ് ലുക്കീമിയ ഉണ്ടാവുന്നതും അളവ് കുറയുമ്പോൾ ലൂക്കോപീനിയ എന്ന് പറയുന്ന രോഗം ഉണ്ടാവുന്നത്. അപ്പൊ 2 രോഗമുണ്ട്. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടിയാൽ ലുക്കീമിയ, അളവ് കുറഞ്ഞാൽ ഏതാണ്? ലൂക്കോപീനിയാണ് അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്നത്. അപ്പം എറിത്രോസൈറ്റ് അരുണരക്താണുക്കൾ, ലൂക്കോസൈറ്റ് ശ്വേതരക്താണുക്കൾ. 120 ദിവസമാണ് ആയുസ്, 10 മുതൽ 15 ദിവസം വരെയാണ് ശ്വേതരക്താണുക്കളുടെ ആയുസ്. അരുണരക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം പോളിസൈത്തീമിയ. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുന്ന അവസ്ഥ ലുക്കീമിയ അഥവാ രക്താർബുദം, അളവ് കുറയുന്ന അവസ്ഥ ലൂക്കോപീനിയ എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 1 മില്ലി ലിറ്ററിൽ 45-60 ലക്ഷം വരെ ഇത് ഉണ്ട്. 1 മില്ലി ലിറ്ററിൽ. ഇത് മറ്റേ ശ്വേതരക്താണുക്കളാകുമ്പോൾ 1 മില്ലി ലിറ്ററിൽ 5000-10,000 വരെ ഉള്ളൂ. അപ്പോൾ അരുണരക്താണുക്കൾ ഏതാണ്? അരുണരക്താണുക്കൾ 1 മില്ലി ലിറ്ററിൽ 45-60 ലക്ഷം വരെ അരുണരക്താണുക്കളുണ്ട്. ശ്വേതരക്താണുക്കൾ 5000-10,000 വരെയുള്ളൂ. ശ്വസനവാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെട്ടതാണ് അരുണരക്താണുക്കൾ. മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിക്കാണ് ശ്വേതരക്താണുക്കൾ. അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിലാണ്. അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിലും. ഇത് നശിപ്പിക്കപ്പെടുന്നത് കരള്, പ്ലീഹ എന്നീ സ്ഥലങ്ങളിലാണ്. അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിലാണ്. ഇത് നശിപ്പിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ്? കരളും പ്ലീഹയിലാണ്. പ്രധാന ശ്വേതരക്താണുക്കൾ 5 തരത്തിലുണ്ട്. ശ്വേതരക്താണുക്കൾ 5: ബേസോഫില്, ന്യൂട്രോഫില്, ഈസ്നോഫില്, ലിംബോസൈറ്റ്, മോണോസൈറ്റ്. ബേസോഫിൽ, ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ലിംബോസൈറ്റ്, മോണോസൈറ്റ്. ഇതൊക്കെ ഏതാണ്? ശ്വേതരക്താണുക്കൾക്ക് ഉദാഹരണമാണ്. അപ്പൊ അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയില്, അത് നശിപ്പിക്കപ്പെടുന്നത് കരളിലും പ്ലീഹയിലും. ശ്വേതരക്താണുക്കൾ പ്രധാനമായിട്ടും എത്ര എണ്ണം ഉണ്ട്? ബേസോഫിൽ, ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ലിംബോസൈറ്റ്, മോണോസൈറ്റ്. ഓക്കെ, ശ്വേതരക്താണുക്കൾ രോഗപ്രതിരോധ ശേഷിക്ക് നൽകുന്നത് ശ്വേതരക്താണുക്കളാണ്. അടുത്തൊക്കെ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്ന് വിളിക്കുന്നത് പ്ലീഹയാണ്. പരീക്ഷയ്ക്ക് ആവർത്തിച്ച ഒരു ചോദ്യമാണ്. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്ന് വിളിക്കുന്നത് ഏതാണ്? പ്ലീഹ. ഏറ്റവും വലിയ ശ്വേതരക്താണുവിന്റെ പേര് മോണോസൈറ്റും ഏറ്റവും ചെറിയ ശ്വേതരക്താണുവിന്റെ പേര് ലിംബോസൈറ്റ് എന്നതാണ്. അപ്പം ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ്? മോണോസൈറ്റ്. ഏറ്റവും ചെറുത് ഏതാണ്? ലിംബോസൈറ്റ് ആണ്. മർമ്മമില്ലാത്ത രക്തകോശമാണ് അരുണരക്താണുക്കൾ. നല്ലൊരു പോയിന്റ്, സ്റ്റേറ്റ്മെന്റിൽ വരാം. മർമ്മമില്ലാത്ത രക്തകോശമാണ് ഏതാ? അരുണരക്താണുക്കൾ. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്ന് വിളിക്കുന്നത് ശ്വേതരക്താണുക്കളെ. മനുഷ്യ ശരീരത്തിലെ കാവലാളന്മാർ, പ്രതിരോധ ഭടന്മാർ എന്നൊക്കെ വിളിക്കുന്നത് ഏതിനെയാണ്? ശ്വേതരക്താണുക്കൾ. ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ B9 B12 ആണ്. അരുണരക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? B9 B12 ആണ്. ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശ്വേതരക്തം ഉണ്ട് നമുക്ക്. ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ലിംബോസൈറ്റ്. HIV വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണുവിന്റെ പേരും ലിംബോസൈറ്റ് ആണ്. HIV വൈറസ് ആക്രമിക്കുന്നത് നമ്മുടെ ശ്വേതരക്താണുക്കളെയാണ്, ലിംബോസൈറ്റ്. അപ്പൊ ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്, ഏറ്റവും ചെറുത് ലിംബോസൈറ്റ്.
ലിംബോസൈറ്റ്. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധത്തിന്റെ ഭടന്മാർ, കാവലാളന്മാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളെയാണ്. ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രക്താണുവാണ് ലിംബോസൈറ്റ്. HIV വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണുവിന്റെ പേര് എന്താണ്? ലിംബോസൈറ്റ് എന്നതായിരുന്നു. അപ്പോൾ എത്രയേ ഉള്ളൂ ലിംബോ. നമുക്കൊന്നും കൂടെ നോക്കാം. അരുണ രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റ്, ശ്വേതരക്താണുക്കളുടെ ലൂക്കോസൈറ്റ്. ആയുസ് 120 ദിവസമേ അരുണ രക്താണുക്കൾക്കുള്ളൂ. ശ്വേതരക്താണുക്കൾക്ക് 10 മുതൽ 15 ദിവസം വരെ ഉണ്ട്. അരുണ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ. ശ്വേതരക്താണുക്കൾ ഉൽപാദനം കൂടുതലാണെങ്കിൽ ലുക്കീമിയ എന്ന രോഗവും, ഉൽപാദനം അളവ് കുറയുന്ന അവസ്ഥ ലൂക്കോപീനിയ എന്ന രോഗവുമാണ്. 1 മില്ലി ലിറ്ററിൽ 45-60 ലക്ഷം വരെയുണ്ട് അരുണ രക്താണുക്കൾ. പക്ഷേ 5000-10000 വരെയുള്ളൂ ശ്വേതരക്താണുക്കൾ. ശ്വസനവാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെട്ടത് അരുണ രക്താണുക്കളാണെങ്കിൽ മനുഷ്യ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നൽകുന്നത് ശ്വേതരക്താണുക്കളാണ്. അരുണ രക്താണുക്കൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിൽ വെച്ചും ഇത് നശിപ്പിക്കപ്പെടുന്നത് കരളിലും പ്ലീഹയിലും വെച്ചുമാണ്. ശ്വേതരക്താണുക്കൾ പ്രധാനമായിട്ടും 5 എണ്ണമുണ്ട്. ബേസോഫിൽ, ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ലിംബോസൈറ്റ്, മോണോസൈറ്റ്. അതിൽ വലുത് ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മോണോസൈറ്റും ചെറിയ ശ്വേതരക്താണുവിന്റെ പേര് ലിംബോസൈറ്റുമാണ്. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. മർമ്മമില്ലാത്ത രക്തകോശമാണ് അരുണ രക്താണുക്കൾ. മനുഷ്യ ശരീരത്തിലെ കാവലാളന്മാർ, മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ്. ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശ്വേതരക്താണുവിന്റെ പേരാണ് ലിംബോസൈറ്റ്. HIV വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണുവാണ് ലിംബോസൈറ്റ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതൊന്ന് റിവിഷൻ നടത്തി വെച്ചിരിക്കണേ. അടുത്തത് ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ പ്രധാന കായിക ഇനങ്ങൾ, ട്രോഫികൾ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ ചോദിച്ചിട്ടുള്ളൂ പരീക്ഷയ്ക്ക്. ക്രിക്കറ്റ് ഓക്കെ, രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി, ആഷസ് പരമ്പര, ഇറാനി ട്രോഫി, ചാമ്പ്യൻസ് ട്രോഫി, CK നായിഡു ട്രോഫി, വിസ്ഡൺ ട്രോഫി, GD ബിർള ട്രോഫി അല്ലെ. രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി, ആഷസ് കപ്പ്, ഇറാനി കപ്പ്, ഇറാനി ട്രോഫി, ചാമ്പ്യൻസ് ട്രോഫി, CK നായിഡു ട്രോഫി, വിസ്ഡൺ ട്രോഫി, GD ബിർള ട്രോഫി ഒക്കെ ഏത് കളിയുമായി ബന്ധപ്പെടുന്നു? ക്രിക്കറ്റുമായി ബന്ധപ്പെടുന്നു. ഇറാനിയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ആഷസ് പരമ്പരയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫുട്ബോളിന് നിങ്ങൾക്കറിയാം സന്തോഷ് ട്രോഫി, ഡ്യൂറന്റ് കപ്പ്, കോപ്പ അമേരിക്ക കപ്പ്, കോൺഫെഡറേഷൻ കപ്പ്, യൂറോ കപ്പ്, യുഫെ കപ്പ്, റോവേഴ്സ് കപ്പ്, FA കപ്പ് എന്നൊക്കെ പറയുന്നത് ഏതാണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. ഡ്യൂറന്റ് കപ്പ്, കോപ്പ അമേരിക്ക, കോൺഫെഡറേഷൻ കപ്പ് ഒക്കെ. ഹോക്കിയിലും പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാണ്. അഗാ ഖാൻ കപ്പ്, ഹോക്കി വെരി വെരി ഇമ്പോർട്ടന്റ് കൊടുത്തേരെ. അഗാ ഖാൻ രംഗസ്വാമി കപ്പ്, സുൽത്താൻ അസ്ലാം ഷാ ട്രോഫി, സുൽത്താൻ അസ്ലാം ഷാ മലേഷ്യയിൽ വെച്ച് നടക്കുന്ന സുൽത്താൻ അസ്ലാം ഷാ ട്രോഫി, ബെയ്റ്റൻ കപ്പ്, ധ്യാൻചന്ദ് കപ്പ്, മുരുകപ്പ് ഗോൾഡ് കപ്പ്, ഗുരുനാനാക്ക് കപ്പ്, കുപ്പുസ്വാമി നായിഡു കപ്പ്, ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ്. ഇതൊക്കെ ഏത് കളിയുമായി ബന്ധപ്പെടുന്നു? ഹോക്കി. അഗാ ഖാൻ, രംഗസ്വാമി, സുൽത്താൻ അസ്ലാം ഷാ, ബെയ്റ്റൻ, ധ്യാൻചന്ദ്, മുരുകപ്പ് ഗോൾഡ് കപ്പ്, ഗുരുനാനാക്ക് കപ്പ്, കുപ്പുസ്വാമി നായിഡു കപ്പ്, ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ്. അടുത്ത ഓക്കെ, തോമസ് കപ്പ്, ഊബർ കപ്പ്, സുധീർമാൻ കപ്പ്, അഗർവാൾ കപ്പ്. ഇത് ഇത്രയും ബാഡ്മിന്റൺ ആണ് കേട്ടോ. തോമസ് കപ്പ്, ഊബർ കപ്പ്, സുധീർമാൻ കപ്പ്, അഗർവാൾ കപ്പ്, ബാഡ്മിന്റൺ. ഡേവിഡ്സ് കപ്പ്, ഫോഫ്മാൻ കപ്പ്, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾട്ടൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ ഇതൊക്കെ ഏതാ? ലോൺ ടെന്നീസ്. ഡേവിഡ്സ് കപ്പ് മറന്നുപോലെ, ഡേവിഡ്സ് കപ്പ് ചോദിച്ചിട്ടുണ്ട്, ലോൺ ടെന്നീസ്. പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ്, ഗോൾഫ്. പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് എന്തുമായി ബന്ധപ്പെടുന്നു? ഗോൾഫ്. ഇസ്ര കപ്പ്, രാധാമോഹൻ കപ്പ്, കിങ്സ് കപ്പ്, വിൻജൻസ്റ്റർ കപ്പ് ഇതൊക്കെ പോളോ കളിയുമായി ബന്ധപ്പെട്ടതാണ്. 2-3 തവണ അങ്ങ് വായിച്ചു വിടും. എന്തായാലും നിങ്ങൾ ഇപ്പം മെനക്കെടത്തില്ലെന്ന് പറയാം. പലതവണ ഇങ്ങനെ കണ്ട് ശീലിച്ച് അതങ്ങ് ഉള്ളിലേക്ക് കയറ്റുക, ബ്രെയിനിലേക്ക് കയറുക. പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് ഏത് കളി എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ ഉള്ളിലോട്ട് അങ്ങ് കയറ്റുക. പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് ഗോൾഫ് കളി എന്നുമായി ബന്ധപ്പെടുന്നത്. ആൾ ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പ് ബാഡ്മിന്റൺ ആണ്. വില്യം ജോൺസ് കപ്പ്, BC ഗുപ്ത ട്രോഫി, SM അർജുന ട്രോഫി ഇതൊക്കെ ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെട്ട കളികളാണ്. ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെട്ട കളികൾ. ഓക്കെ, ഇത്രയുമാണ് ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ എല്ലാം ഒന്നും എഴുതിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട LGS LDC ഫയർഫോഴ്സിനൊക്കെ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കേ. കേരള കലാമണ്ഡലം വന്ന വർഷം 1930 തൃശ്ശൂര്. വള്ളത്തോളും മുകുന്ദരാജയും ചേർന്നല്ലേ സ്ഥാപിച്ചത്. കേരള സാഹിത്യ അക്കാദമി വന്ന വർഷം 1956 തൃശ്ശൂര്. കേരള സംഗീത നാടക അക്കാദമി 58 തൃശ്ശൂര്. കേരള ലളിതകലാ അക്കാദമി 62 തൃശ്ശൂര് ചെമ്പുകാവ് അല്ലെ. കേരള കലാമണ്ഡലം 1930 ചെറുതുരുത്തി നഗർ എന്ന് പറയുന്നു. കേരള സാഹിത്യ അക്കാദമി 56 തൃശ്ശൂര്.
സംഗീത നാടക അക്കാദമി 58 തൃശ്ശൂര്, ലളിതകലാ അക്കാദമി 62 തൃശ്ശൂർ ചെമ്പുകാവാണ് ഉത്തരമാണ്. കേരള ഫോക്ക്ലോർ അക്കാദമി നാടൻകല അക്കാദമി 1995 കണ്ണൂർ ചിറക്കലാണ് കേട്ടോ. ഫോക്ക്ലോർ നാടൻകല ഫോക്ക്ലോർ അക്കാദമി എന്നായിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അപ്പൊ ഫോക്ക്ലോർ അക്കാദമി 95 കണ്ണൂർ ചിറക്കൽ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 68 തിരുവനന്തപുരം നളന്ദ. തിരുവനന്തപുരം നളന്ദയിലാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 81 തിരുവനന്തപുരത്താണ്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് എന്നാണ് 81. അപ്പൊ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് 62 തിരുവനന്തപുരം നളന്ദ, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് 81. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 62 കോഴിക്കോട് വരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 62 യുറീക്ക, ശാസ്ത്ര കേരളം അല്ലെ, എന്തുകൊണ്ട് 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 എന്നീ ബുക്കൊക്കെ ഇറക്കുന്നത് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാര് 62. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 98 തിരുവനന്തപുരത്ത് വരുന്നു. പിന്നെ ഒരു സാംസ്കാരിക സ്ഥാപനമാണ് മലയാള മിഷൻ 2009 തിരുവനന്തപുരം തൈക്കാട് വരുന്നുണ്ട്. ഭാരത ഭവൻ 1984 തിരുവനന്തപുരം തൈക്കാട് വരുന്നുണ്ട്. വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ 2001 തിരുവനന്തപുരം നളന്ദയിലാണ് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ 93ലാണ്. സംസ്ഥാന സർവ്വവിജ്ഞാന കോശം 61 തിരുവനന്തപുരത്താണ്. അപ്പൊ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 62 കോഴിക്കോട്, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 92 തിരുവനന്തപുരം, മലയാള മിഷൻ 2009 തിരുവനന്തപുരം, ഭാരത ഭവനം 84 തിരുവനന്തപുരം, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ 2001 തിരുവനന്തപുരം, വാസ്തുവിദ്യാ ഗുരുകുലം 93 ആറന്മുള, പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ്. സംസ്ഥാന സർവ്വവിജ്ഞാന കോശം 61 തിരുവനന്തപുരത്താണ്. മാർഗി കേട്ടിട്ടുണ്ടോ? മാർഗി കഥകളിയും കൂടിയാട്ടവും പഠിപ്പിക്കുന്ന അതിന്റെ കേന്ദ്രമാണ്, അതിന്റെ ഗവേഷണ കേന്ദ്രം എന്നൊക്കെ പറയാം. മാർഗി മറന്നുപോരുത്, തിരുവനന്തപുരം ജില്ലയിലാണ് മാർഗിയുടെ ആസ്ഥാനം. മാർഗി എന്തൊക്കെയാ? കഥകളി കൂടിയാട്ടം കൂത്തിന് ഗവേഷണവും പഠനവുമായി ബന്ധപ്പെട്ട അതിന്റെ ആസ്ഥാനം എവിടെയാണ്? മാർഗി. അത് എവിടെയാണ്? തിരുവനന്തപുരം. പൈതൃക പഠന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തറയിലാണ് അല്ലെ. ഹിൽ പാലസ് മ്യൂസിയം ഒക്കെ തൃപ്പൂണിത്തറയിലല്ലേ ആണ്. പൈതൃക പഠന കേന്ദ്രം തൃപ്പൂണിത്തറ. ഗുരു ഗോപിനാഥ് നടനഗ്രാമം, കേരള നടനവുമായി ബന്ധപ്പെട്ട ഗുരു ഗോപിനാഥ് നടനഗ്രാമം വട്ടിയൂർക്കാവ് തിരുവനന്തപുരമാണ്. വട്ടിയൂർക്കാവ് തിരുവനന്തപുരം. അപ്പൊ ഏതൊക്കെ പഠിച്ചടേ നോക്കേ? കേരള കലാമണ്ഡലം 1930 തൃശ്ശൂര്, കേരള ശാസ്ത്ര സാഹിത്യ അക്കാദമി 56 തൃശ്ശൂര്, സംഗീത നാടക അക്കാദമി 58 തൃശ്ശൂര്, ലളിതകലാ അക്കാദമി 62 തൃശ്ശൂര് ചെമ്പുകാവ് 56 58 62, ഫോക്ക്ലോർ അക്കാദമി കണ്ണൂർ ചിറക്കൽ 95ലും, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 68 തിരുവനന്തപുരം നളന്ദ, കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 81 തിരുവനന്തപുരം, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 62 കോഴിക്കോടാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 98 തിരുവനന്തപുരം, മലയാള മിഷൻ വന്നത് 2009 തിരുവനന്തപുരം തൈക്കാട്, ഭാരത ഭവൻ 54 തൈക്കാട്, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ 2001 തിരുവനന്തപുരം, വാസ്തുവിദ്യാ ഗുരുകുലം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ 93ലാണ്. സംസ്ഥാന സർവ്വവിജ്ഞാന കോശം തിരുവനന്തപുരത്ത് തന്നെ 61. മാർഗി കഥകളി കൂടിയാട്ടമൊക്കെ പഠിപ്പിക്കുന്ന മാർഗി തിരുവനന്തപുരം. പൈതൃക പഠന കേന്ദ്രം തൃപ്പൂണിത്തറ, ഗുരു ഗോപിനാഥ് നടനഗ്രാമം വട്ടിയൂർക്കാവ്. ഇത്രയാണ് നമ്മളുടെ 5 ടോപ്പിക്. ഇന്ന് ഏതൊക്കെ പഠിച്ചടെ? 1 കേരള സാംസ്കാരിക സ്ഥാപനങ്ങൾ, 2 പ്രധാനപ്പെട്ട ട്രോഫികൾ, 3ാമത്തത് അരുണ രക്താണുക്കളും ശ്വേത രക്താണുക്കളും, 4ാമത്തത് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും, 5ാമത്തത് പ്രശസ്തമായ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ഏത് വർഷമാണ് വന്നത്? 1964ലാണ് ബൊക്കാറോ വരുന്നത് അല്ലെ. ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ ഏറ്റവും കൂടുതൽ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് വന്നത്? 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് വന്നത്. ഇന്ത്യയുടെ ഇരുമ്പുരുക്ക് നഗരം ഏതാണ്? ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ. ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി, ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? ഇന്ത്യയുടെ ഇരുമ്പുരുക്ക് നഗരം, ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി, ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ജംഷഡ്പൂർ. ജംഷഡ്പൂരിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാണ്? നദി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട സുവർണരേഖ നദിയാണ്. എല്ലാം ഒന്ന് പറഞ്ഞ: ഫിലായി ഛത്തീസ്ഗഡ് റഷ്യ, റൂർക്കേല ഒഡീഷ ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. ഒന്നുകൂടെ പറഞ്ഞേ: ഫിലായി ഛത്തീസ്ഗഡ് റഷ്യ, റൂർക്കേല ഒഡീഷ ജർമ്മനി, ദുർഗാപൂർ
പശ്ചിമ ബംഗാൾ ബ്രിട്ടൻ, ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. അത് ഇത്രയും ഓർത്ത് വെച്ചിരിക്കണേ. പിന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? അത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. എന്നാണ് എഞ്ചിനീയേഴ്സ് ദിനം? സെപ്റ്റംബർ 15. പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ ആരുടെ കൃതിയാണ്? പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ നമ്മുടെ വിശ്വേശ്വരയ്യയുടെ കൃതിയാണ്. ഏത് നദിയുടെ തീരത്താ? ഭദ്രാവതി നദിയുടെ തീരത്ത്. ഒരു കടൽ തീരത്തിനടുത്തുള്ള ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാ? വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ? റഷ്യയുടെ സഹായത്തോടെയാണ്. ഒഡീഷയിലെ പോസ്കോ, പാരദ്വീപിലെ പോസ്കോ സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ? ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെയായിരുന്നു. അതൊക്കെ ഓർത്തു വെച്ചിരിക്കണേ. ദീർഘദൃഷ്ടി പരിഹരിക്കുന്നത് കോൺവെക്സ് ആണെങ്കിൽ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നത് കോൺകേവ് ആണ്. ഹൈപ്പർ മെട്രോപ്പിയ കോൺവെക്സ് ആണെങ്കിൽ മയോപ്പിയ കോൺകേവ് ആണ് അല്ലെ? മയോപ്പിയ കോൺകേവ് ആണ്. മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും ടെലിവിഷനിലും ഒക്കെ ക്യാമറയിലും പ്രൊജക്ടറിലും ഒക്കെ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ നമ്മൾ അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, നല്ലൊരു പോയിന്റ്. ട്രോഫികൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. തോമസ് കപ്പ് ഏത് കളിയാ? ബാഡ്മിന്റൺ. ഡേവിഡ്സ് കപ്പോ? ലോൺ ടെന്നീസ്. പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പോ? ഗോൾഫ് കളി. പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് ഏത് കളി? ഗോൾഫ്. അപ്പൊ ആ ട്രോഫികൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ ഇന്ന് അവസാനം നമ്മൾ പഠിച്ച ഏതായിരുന്നു? സ്ഥാപനങ്ങൾ. കുറെ നല്ല ചോദ്യങ്ങളാണ്. സാഹിത്യ അക്കാദമി 56 ആണെങ്കിൽ, സംഗീത അക്കാദമി 58 ആണെങ്കിൽ, ലളിതകലാ അക്കാദമി 62-ലാണ്. മൂന്നും തൃശ്ശൂർ ജില്ലയിലാണ്. കേരള കലാമണ്ഡലം 60-ലാണ്. കേരള നാടൻകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂര് ചിറക്കൽ 95-ലാണ് വരുന്നത് അല്ലെ? കണ്ണൂര്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 68-ലാണ് വരുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 62-ലാണ് വരുന്നത്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 81-ലാണ് വരുന്നത്. ബാലസാഹിത്യം. ഇവയുടെ മുഖപത്രങ്ങളൊക്കെ ഞാൻ അല്ലാതെ എഴുതി തരാം. ഓക്കെ, അത് അത്രയൊന്ന് പഠിച്ചു വെച്ചിരിക്കില്ലേ? കുറെ നല്ല കാര്യങ്ങളാണ് നമ്മളൊന്ന് പഠിച്ചിരിക്കുന്നത്. പഠിച്ചു വെക്കണേ. നല്ല രീതി അടുത്ത ഒരു ചെറിയ